പട്ടിക വന്നപ്പോ എന്റെ പേര് പറഞ്ഞു. ആര്? ഞാൻ, അല്ലാതെ വേറെ ആര് പറയാൻ? അങ്ങനെ നാട്ടുകാർ പറഞ്ഞു മരിച്ച പ്രഭാകരന്റെ മകനാണ് ഇവൻ, ഇവന് വോട്ട് കൊടുക്കണം. വീട്ടുകാർ പറഞ്ഞു മരിച്ച പ്രഭാകരന്റെ മോനാണ് ഇവൻ, ഇവനോട്ട് കൊടുക്കണം. അയൽക്കാർ മൊത്തം പറഞ്ഞു മരിച്ച പ്രഭാകരന്റെ മകനാണ് ഇവൻ, ഇവനോട്ട് കൊടുക്കണം. അമ്മ മാത്രം പറഞ്ഞില്ല, അമ്മ കള്ളം പറയത്തില്ലെന്ന്. അങ്ങനെ 21-ാമത്തെ വയസ്സിൽ ഞാൻ പഞ്ചായത്തിന്റെ പടി ചവിട്ടി. പക്ഷെ ആ ഭാഗ്യം നിങ്ങൾക്കുണ്ടാവും തോന്നില്ല. പടി പൊളിച്ചിട്ടേക്കുമല്ലേ. അല്ല, ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടായോ? കോടികൾ ഉണ്ടാക്കി. അങ്ങനെ എന്റെ വീട്ടിൽ ഇൻകം ടാക്സ് പരിശോധനയ്ക്ക് വന്നു. ഞാൻ ഓടി തട്ടും പുറത്ത് കയറി. പക്ഷെ അവരെന്നെ പിടിച്ചു. അതെങ്ങനെ? അമ്മ കള്ളം പറയത്തില്ലെന്ന്. പക്ഷെ ഒരു കാര്യവും ഇല്ലാതെ 3 പ്രാവശ്യം 3 കേസിന് ഞാൻ ജയിലിൽ പോയി. ഒരു കാര്യമില്ലാതെ എന്തിനാണ് ജയിലിൽ പോണത്? അന്ന് ഒരു കാര്യവും ഇല്ലാതെ ആ തള്ളച്ചി കള്ളം പറഞ്ഞു കളഞ്ഞു. പക്ഷെ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. ഉദാഹരണത്തിന് രാഷ്ട്രീയത്തിലാണ് നമുക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുന്നതെങ്കിൽ ഞാൻ ഉദാഹരണ സഹിതം നിങ്ങളെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഞാൻ മദ്യപിച്ച് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഒരാളെ തട്ടി, അയാൾ മരിച്ചു. പരിഹാരമായി ഞാൻ അയാളുടെ മകളെ വിവാഹം കഴിച്ചു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒറ്റടിക്ക് തന്തേനെയും കൊന്നു മോളുടെ ജീവിതവും നശിപ്പിച്ചു.